ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഗൈസ്. സംഭവം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ഭീകരമായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് നാട് വിട്ടേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താ പറ്റിയെന്ന്. എൻ്റെ പൂച്ച വേറൊരു പൂച്ചപ്പെണ്ണിനെ വിളിച്ചിറക്കി വീട്ടിലോട്ട് കൊണ്ടുവന്ന് കല്യാണം കഴിച്ച്. ഇന്നലെ രാത്രി 5 മണി പുലർച്ചെയാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവരിയ്ക്കുന്നു കെട്ടിയോള്. എടാ ഇത് ആരാന്ന് പോലും എനിക്കറിയില്ല. ഇവന്മാർ രണ്ടും കൂടി വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്ന്. മോനെ ഒരു പേടി, റെസ്പെക്ട്, സ്നേഹം എന്തെങ്കിലും. ചേട്ടായി വിളിച്ചവിടെ അങ്ങോട്ട് പോയാ. അത് ഈ പനമനം പോലെ ഞാനിവിടെ താമസിക്കുമ്പോഴാണ് ഇവന്മാർ ഈ ഒരു പരിപാടി. എൻ്റെ 2 പൂച്ചകളുണ്ട്. അവന്മാർ രണ്ടാളും കൂടെ സെറ്റാക്കി ഒരു ഭാര്യനെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു പൂച്ചൻ്റെ മുഖം എൻ്റെ റൂമിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചു നീ ഏതാണ്? അപ്പോൾ അത് ഇവർ രണ്ടും ഇറങ്ങി വരുന്നു കല്യാണം കഴിച്ചാന്ന് പറഞ്ഞിട്ട്. കല്യാണം കഴിച്ച് എനിക്ക് തൊടാനൊക്കെ പറ്റുന്നുണ്ട്. ശരിക്കും കല്യാണം കഴിച്ചാ? എടാ ഞാൻ ഈ സിംഗിളാന്ന് പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഇവന്മാർ ഈ പണി ഒപ്പിച്ചത്. പക്ഷേ ഈ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ലൈസ് നാളെ മുതൽ ഇറങ്ങി എൻ്റെ സോൾമേറ്റ് ഞാൻ പരിധി കണ്ടുപിടിച്ചിട്ട് ഇനി വരുന്ന എൻ്റെ ബ്ലോഗുകളിൽ ഏതെങ്കിലും പെണ്ണുണ്ടാവും. എന്തായാലും ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചതിച്ച് കൂട്ടുകാരൻ വരെ പെണ്ണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൂച്ച സ്വന്തം പോലെ കൊണ്ടുനടന്നിട്ട് ഈ പണി എന്നോട് കാണിക്കുമ്പോൾ ഞാനിനി സിംഗിളായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ പാർട്ട് 2 വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഫോളോയും ചെയ്ത് വെച്ചേക്കാം. ഇത് വിട്ടൂല.